ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഇരുന്ന് സന്തോഷമായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ, ഇരുന്ന് സംസാരിക്കുന്ന കൈൻഡ് ഓഫ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ കുക്കിംഗ്, അല്ലെങ്കിൽ തീറ്റ, അല്ലെങ്കിൽ ഡ്രസ്സ് കാണിക്കുന്ന അങ്ങനത്തെ ഒക്കെ വീഡിയോ, പിന്നെ വ്ളോഗ് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആണ് ഞാൻ ചെയ്യാറുള്ളത്. ക്ലീനിങ് ആണ് മെയിൻ. തീറ്റ ക്ലീനിങ് ആണ് മെയിൻ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ അല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു സ്പെഷ്യലാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട്. ഇത് അമ്മയുടെ വീടാണല്ലോ. അപ്പോൾ ഇവിടെ പഴയ സാധനങ്ങൾ അല്ലെങ്കിൽ കുറേ നാളായിട്ട് കിടക്കുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച്, യൂസ്ഫുൾ ആയിട്ടുള്ളതുണ്ട്, കാണാൻ ഭംഗിയുള്ള രീതിയിൽ അങ്ങനെയുണ്ട്, ഇത് രണ്ടും കൂടെ കൂടിയതുണ്ട് അങ്ങനത്തെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ വന്നിട്ട് വാൾപേപ്പറാണ്. ഇത് മാർബിളിൻ്റെ അങ്ങനെ വരുന്ന വാൾപേപ്പറാണ്. ഞാനിത് പൊട്ടിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല, യൂസ് ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ വീഡിയോ നോക്കിയപ്പോൾ വാൾപേപ്പർ ഒട്ടിക്കുന്നത് ഭയങ്കര പാടാന്നൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് വാൾപേപ്പറിൻ്റെ PVC അങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കിച്ചൺ സ്റ്റിക്കറാണ്. ഞാൻ കിച്ചണിലേക്കൊന്നുമല്ല മേടിച്ചത്. ഒരു നമ്മുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ ഒരു കബോർഡ് ഉണ്ട്, അതിൽ ഗ്ലാസ് ആണ് ഡോറ് വന്നിട്ട്. അപ്പോൾ അതൊന്ന് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല. ആരുടെയെങ്കിലും സഹായം വേണ്ടി വരും ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഒറ്റയ്ക്ക് ഒട്ടിക്കാൻ പറ്റുമെന്ന് ഞാൻ വീഡിയോ ഒന്നും കണ്ടു നോക്കിയിട്ട് എനിക്കങ്ങനെ തോന്നണില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഐറ്റം. ഇതിങ്ങനത്തെ മാർബിൾ ഇങ്ങനെ വരുന്ന വാൾപേപ്പറാണ്. ഇവരുടെ ഈ തന്നെ എന്താ പറയുക, എന്താണ് വുഡിൻ്റെ അങ്ങനെയൊക്കെ നിൽക്കുന്ന. അപ്പോൾ അതൊരു ഡാർക്ക് ഷെയ്ഡല്ലേ. ഇതാണ് കുറച്ചും കൂടെ ലൈറ്റായിട്ട് തോന്നിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലൈറ്റ് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഐറ്റം. സെക്കൻഡത്തെ ഐറ്റം നിങ്ങൾ പല വീഡിയോസിൽ ഇത് കണ്ടിട്ടുണ്ടാവും. ഇതാണ് സാധനം. ഇതാണ് സാധനം. ഇത് ഫ്രൂട്ട് ബാസ്ക്കറ്റായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഒരു ബോക്സ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും പോയിട്ട് ഇങ്ങനെ ഇപ്പം ഒരു കമ്മലിൻ്റെ പകുതിയോ അല്ലെങ്കിൽ ബാറ്ററി പെട്ടെന്ന് കിട്ടിയതോ അങ്ങനെ അൽക്കുലത്തെ സാധനങ്ങൾ, ഈ അൽക്കുലത്ത് എന്ന് വെച്ചാൽ എന്താ പറയുക, അങ്ങനെ പെട്ടി എന്നുള്ള രീതിയിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കാണാണ്ട് പോണ സാധനങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെന്നെങ്കിലും കാണാണ്ട് പോയിട്ട് കിട്ടിയ സാധനങ്ങൾ, അല്ലെങ്കിൽ റൂമിൽ കൊണ്ടുവയ്ക്കണം, ഇപ്പം പറ്റില്ല, അപ്പോൾ ഒരു ബോക്സ് അങ്ങനെ വെക്കുമ്പോൾ അതിൽ വെക്കാം. എന്നിട്ട് റൂമിൽ കൊണ്ടുപോകുന്ന സമയത്ത് അതിനകത്ത് കൊണ്ടുപോയാൽ മതി ഓർക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെട്ടി നമ്മുടെ വീട്ടിലുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. ഇത് ബുൾബുൾ ബാസ്ക്കറ്റ് എന്നാണ് പറയണത്. ഈ പക്ഷിയുടെ പേരാണെന്ന് തോന്നുന്നു, ബുൾബുൾ, എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ബ്ലാക്ക് കളറും വരുന്നുണ്ട്. ഇതാണ് സെക്കൻഡത്തെ സാധനം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അങ്ങനെ ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഒരു മാസം, ഇത് മാത്രമാണ് കുറച്ച് നാളായി വാങ്ങിച്ചിട്ട് അങ്ങനെ തോന്നിക്കുന്നത്. ബാക്കിയൊക്കെ ഈ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് കേട്ടോ നല്ല രസമുണ്ട്. ഇത് ഞാൻ എന്താ പറയുക, ഫ്രൂട്ട്സ് ഇട്ട് വെക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തുകൊണ്ടുവന്നതാണ്. ഇങ്ങനെ നമുക്ക് അടച്ച് വെക്കാം, അങ്ങനെ ഇരുന്നോളും. നല്ല ലുക്കാണ് കേട്ടോ. ഭയങ്കര നമ്മൾ ഈ റോയൽ അങ്ങനെയൊക്കെ നോക്കുന്ന പോലെ നമുക്കിങ്ങനെ ഇതിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി ഒരു റോയൽ ലുക്ക് നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു സാധനമാണ് ഇത്. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ, ഏത്തപ്പഴം വരെ കൊള്ളും. അതാണ് രണ്ടാമത്തെ സാധനം. ഇനി മൂന്നാമത്തെ സാധനം ഈ വീട്ടിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് സോഫ കവർ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് 5 സീറ്റർ സോഫയാണ്. സോഫയല്ല, സോഫ കവറാണ്. ഇങ്ങനെ 3 ആൾക്കാർ ഇരിക്കുന്ന ഒരു സെറ്റ്. അതാണ് ഈ വലുത്. ഇതാണ് പ്രിൻ്റ് വരുന്നത്. ഇങ്ങനത്തെ പ്രിൻ്റ് സ്ട്രെച്ചബിൾ ആണ് കണ്ടോ. ഇവിടെ സോഫ ഒന്നെങ്കിൽ ബെഡ്ഷീറ്റ് ഇട്ട് മൂടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുണി ഇട്ട് മൂടും. കാരണം സോഫയിൽ പൊടിയായാൽ ഭയങ്കര പാടാണല്ലോ അത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ എന്ന് പറഞ്ഞാൽ സൈഡിൽ വുഡ് വരുന്ന രീതിയിലാണ്. പക്ഷെ ഞാൻ ഇത് വാങ്ങിച്ചപ്പോൾ കണ്ടത് മറ്റേ ആക്ച്വൽ സോഫയിൽ എല്ലായിടത്തും മറ്റേ കുഷൻ വരുന്ന അങ്ങനത്തെ രീതിയിലുള്ള സോഫയ്ക്കാണ് ഇത് ഉപയോഗിക്കുന്നുള്ളത്. ഞാനിത് ഇട്ട് നോക്കിയിട്ടില്ല, ഇട്ട് നോക്കണം. എനിക്കിത് കണ്ടിട്ട് ഒരു പിടുത്തവും കിട്ടണില്ല. ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ കുറേ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാനിത് ഇട്ട് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇത് എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് വേണം ഇത് എങ്ങനെ ഇടണ്ടേന്ന് ആദ്യം മനസ്സിലാക്കണം. പക്ഷേ ഇതുണ്ടെങ്കിൽ എളുപ്പമാണ്. ഒന്നാമത് നമ്മൾ ഇപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം പറയും. എൻ്റെ വീട്ടിൽ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമാണ് സോഫ ഇങ്ങനെ മൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം അങ്ങനെ മൂടിയില്ലെങ്കിൽ പൊടി വരും.
വെറുതെ ഇങ്ങനെ ബെഡ്ഷീറ്റ് ഇട്ട് മൂടി ഒരു രസം ഉണ്ടാവില്ല കാണാനായിട്ട്, എന്തോ അങ്ങനെ 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 തോന്നില്ലേ. അപ്പം ഇങ്ങനത്തെ സോഫ കവർ ഉണ്ടെങ്കിൽ ഇത് അലക്കാം, നമുക്ക് തിരിച്ചെടുത്തിട്ട് അലക്കാൻ പറ്റും. ഇങ്ങനത്തെ നല്ല പ്രിൻ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഇത് കുറച്ചൊരു ഡാർക്കർ സംഭവമാണ്, പക്ഷെ എന്നാലും ഇത് രസമുണ്ട്, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനത്തെ പ്രിൻ്റ് നല്ലതുള്ളത് നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ കാണാനും ലുക്ക് ഉണ്ടാവും. പിന്നെ ഇത് മൊത്തമായിട്ട് അങ്ങ് മൂടിക്കിടന്നോളും. ജസ്റ്റ് സോഫ മാത്രമല്ല, ആ കൈ പിടിക്കുന്ന സംഭവം അടിയിലേക്കുള്ളത് അങ്ങനെ ഫുള്ളായിട്ട് മൂടിക്കിടന്നോളും. എന്നിട്ട് അടിയിൽ നമുക്ക് ഇങ്ങനെ കെട്ടാനുള്ള തമ്മിൽ കെട്ടാനുള്ള ഇങ്ങനത്തെ വള്ളികളുണ്ട് ഉണ്ടോ. അപ്പോൾ അങ്ങനെ വള്ളികൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ അടിയിൽ വെച്ചിട്ട് കെട്ടാം. ഞാൻ അങ്ങനെയാണ് കണ്ട വീഡിയോയിൽ എനിക്ക് മനസ്സിലായത്. അടിയിൽ ഇങ്ങനെ കെട്ടി വെച്ചാൽ അതങ്ങനെ ഇരുന്നോളും. പിന്നെ നല്ല മെറ്റീരിയലാണ്, ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, ഇങ്ങനെ സ്ട്രെച്ചബിളാണ്. അപ്പോൾ അത്യാവശ്യം വലിയ സോഫ തന്നെ ഇത് കവറാവും. ആൻഡ് ഭയങ്കര നല്ല മെറ്റീരിയലാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇവിടെ. സോറി. അപ്പോൾ ഈ വീട്ടിലത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതാണ്. എത്രാമത്തെ ആയിരുന്നു? മൂന്നാമത്തെയോ? മൂന്നാമത്തെ സാധനം. ഇത് ചെറുത്, ഇതും ചെറുത്. ഇത് 3 പേർക്ക് ഇരിക്കാനുള്ള സീറ്ററിലേക്ക്, അങ്ങനത്തെ 5 സീറ്ററിൻ്റെ സോഫ. അങ്ങനെ എനിക്ക് തോന്നുന്നു പല ഇതും ഉണ്ടാവും. 2 മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവും തോന്നുന്നു. ഞാൻ എന്തായാലും ഇതാണ് സെലക്ട് ചെയ്തത്. അവിടെ ഇരിക്കട്ടെ. ഇനി ഇതുള്ളത് കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതൊരു ലാമ്പാണ്. ഇത് ഇങ്ങനെ കുത്തി കാണിക്കാൻ ഞാൻ കുത്തി കാണിച്ചു തരാം. ഇതൊരു ലാമ്പാണ്. ഇത് മറ്റേ നമ്മൾ ഈ ആയുർവേദത്തിൽ ഇന്ദുപ്പ് എന്ന് പറയില്ലേ, ആ സാധനത്തിൻ്റെ ലാമ്പാണ്. ഇത് ഞാനിങ്ങനെ ഓൺലൈനിൽ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കൗതുകപരമായിട്ട് തോന്നി. അതായത് ഇന്ദുപ്പിൻ്റെ ഉപ്പ് കൊണ്ടുള്ള ലാമ്പ്. ഇത് ശരിക്കും മറ്റേ ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് പിങ്ക് ഹിമാലയൻ സോൾട്ട് അല്ലെങ്കിൽ ഹിമാലയൻ പിങ്ക് സോൾട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. അതിൻ്റെ ലാമ്പാണ്. ഇത് കത്തും എന്ന് വെച്ചാൽ കത്തുമല്ല, ലൈറ്റ് വരും. ഇതുണ്ടല്ലോ, ഒരു ത്രിസന്ധ്യ സമയത്ത് ഇവിടെ നമ്മൾ സാമ്പ്രാണി കത്തിക്കുക, അങ്ങനെയുള്ളവർ വിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, അതിങ്ങനെ തെളിച്ചിട്ടാൽ ഇപ്പോൾ സ്പിരിച്വലി സ്പീക്കിംഗ് ഇതിന് ഭയങ്കര ഹീലിംഗ് പവർ ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതായത് നമ്മളെ ഹീൽ ചെയ്യാൻ, മൈൻഡിനെ കുറച്ചും കൂടി സ്പിരിച്വലി പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഹിമാലയൻ പിങ്ക് സോൾട്ട്. അതെന്താ വെച്ചാൽ ഈ ആയുർവേദ മരുന്നുകളിലൊക്കെ ഇതാണ്. ഉപ്പിന് സാധാ ഉപ്പല്ല ഇടുക, ഇന്ദുപ്പാണ് ഇടുക. അപ്പോൾ ഇത് ഞാനിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ കുടിക്കുന്ന വെള്ളത്തിൽ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഇത്തിരി ഇതിട്ടിട്ട് കുടിക്കും. കാരണം എനിക്ക് ലോ BP ഉണ്ട്, ഇലക്ട്രോലൈറ്റ് കുറവുണ്ട്. അപ്പോൾ അതിന് ഇത് ബെസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട്. സ്പിരിച്വലി ഇത് നമ്മളെ ഹീൽ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. കാരണം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വെളിച്ചമുണ്ട്, ഒരു ഓറഞ്ച് കൈൻഡ് ഓഫ് വെളിച്ചമാണ്. ഭയങ്കര സൂത്തിങ് ആണ് നമ്മുടെ കണ്ണിന്. നമ്മളിങ്ങനെ അങ്ങനെ ഇരിക്കും. അങ്ങനത്തെ ഒരു ലാമ്പാണ് ഇത്. ഗ്ലോബൽ അരോമ. ഞാൻ ഇവരുടെ പേജിൽ നിന്നല്ല വാങ്ങിച്ചത്. അപ്പോൾ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഭയങ്കര, ഞാൻ ഏതൊക്കെ എവിടെ നിന്നൊക്കെ വാങ്ങിച്ചതെന്ന് പറയാം കേട്ടോ ലാസ്റ്റ്. ഭയങ്കര രസമാണ്. ഇതങ്ങനെ യൂസ്ഫുൾ ആണോ എന്ന് വെച്ചാൽ നിങ്ങൾ മസ്റ്റ് ബൈ ഐറ്റോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ നിങ്ങൾക്കൊരു ഒരു സമാധാനം, അങ്ങനത്തെ കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, കുറച്ചൊരു സ്പിരിച്വൽ സാധനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒക്കെ ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിച്ചു നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ചേഞ്ച് തോന്നിയോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സ് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മനസ്സ് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നമ്മൾ പറയണേ. ആ രീതിയിൽ എനിക്ക് ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതാണിത്. ഇത് ഞാൻ കുത്തി കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ലൈറ്റ്. ഇത് വീഡിയോയിൽ എത്രമാത്രം അങ്ങനെ ബ്രൈറ്റ് ആയിട്ടിരിക്കും എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇത് ആക്ച്വലി ഒരു ഭയങ്കര, ഇത് മറ്റേ സൺസെറ്റ്, സൺറൈസ് അങ്ങനെയൊക്കെ ഒരു പൂച്ചയറിയുന്ന കണ്ടോ, അങ്ങനത്തെ ഒരു ഇതുണ്ട്. നിങ്ങളിത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ വിളക്കത്തിക്കുന്നവരാണെങ്കിൽ വിളക്ക് കത്തിച്ചിട്ട് ആ റൂമിൽ തന്നെ വെച്ചാൽ മതി. എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് നോക്കിയേ. എനിക്കിത് ഇത് കണ്ടിട്ട് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു. പക്ഷേ ഇത് നേരിട്ട് കാണാൻ അടിപൊളിയാണ്, ഭയങ്കര രസമുണ്ട്. ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ ഉണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ. ഇത് ഹിമാലയൻ പിങ്ക് സോൾട്ടിൻ്റെ ലാമ്പാണ്. അങ്ങനെ സെർച്ച് ചെയ്താൽ കിട്ടും. ഇതിൻ്റെ പല ഷേപ്പ് ഉണ്ട്, ഇങ്ങനെയുള്ളതുണ്ട്. ഞാൻ മേടിച്ചപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ മേടിച്ചതാണ്. അപ്പം ഞാൻ കുഞ്ഞത് വാങ്ങിച്ച് ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിച്ചിട്ട് ബെഡ്റൂമിൽ വെക്കുന്നുണ്ട്. ഭയങ്കര ഒരു സൂത്തിങ് ഫീലാണിത്. അങ്ങനെ മണോ അങ്ങനത്തെ ഒരു സംഭവമല്ല കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയാണ്. അടുത്തത് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇത് എൻ്റെ വീട്ടിലത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ നമ്മുടെ വീടാണ്. നമ്മുടെ വീട്ടിൽ ഈ ഇങ്ങനെ
ഡ്രസ്സ് ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രാവശ്യം ഇട്ടത് അങ്ങനെ തൂക്കിയിടുന്ന സാധനങ്ങളില്ലേ, അത് വളരെ കുറവാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു സാധനമാണിത്. ഇത് നമുക്ക് ഇതങ്ങനെ ആണി അടിക്കുമോ അങ്ങനെയൊന്നും വേണ്ട. വാതിലിൻ്റെ പിന്നാമ്പുറത്തില്ലേ, വാതിലിൻ്റെ പിന്നാമ്പുറത്ത് ഇതിങ്ങനെ കൊളുത്താം. ഇവിടെ ഒരു ഓട്ട കണ്ട, ഇതാണ് സംഭവം. ഇതിലാണ് നമ്മൾ ഡ്രസ്സ് തൂക്കുന്നത്. ഇവിടെ ഇങ്ങനെ നമുക്ക് 2 അഡീഷണൽ സാധനം ഇവരുടെ കൂടെ തന്നെ കിട്ടും. ഇതിലിങ്ങനെ ജസ്റ്റ് അറ്റാച്ച് ചെയ്താൽ ഇങ്ങനെ കിടക്കും. കിടക്കുന്നില്ലല്ലോ, ഇങ്ങനെ കിടക്കും. അതുപോലെ തന്നെ ഇവിടെ അറ്റാച്ച് ചെയ്താലും കിടക്കും. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാനിത് വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. ഉണ്ടോ, ഇങ്ങനെ ഇട്ടിട്ട് ഈ കൊളുത്തില്ലേ, ഇതിങ്ങനെ വാതിലിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കിയിടുക. അപ്പോൾ നമുക്കിവിടെ ഡ്രസ്സോ ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചത് കുടയും ബാഗും അങ്ങനത്തെ സാധനങ്ങൾ പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ തൂക്കിയിടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് ഞാൻ ഡ്രസ്സ് തൂക്കിയിടാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ എനിക്ക് കിട്ടിയിട്ട്. ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ സാധനം. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തൂക്കിയിടാം. ഇതിപ്പോൾ ഡ്രസ്സ് മാത്രം തൂക്കണമെന്നില്ല. അടുക്കളയിൽ ഡോറിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഏപ്രൺ തൂക്കാനോ അല്ലെങ്കിൽ കിച്ചൺ ടവലൊക്കെ ഇല്ലേ യൂസ് ചെയ്യാത്ത, എപ്പോഴും യൂസ് ചെയ്യാത്തത്, നമ്മൾക്ക് ഇത് കഴുകി വെക്കുമ്പോൾ അടുത്തത് ഒരു ബാക്കപ്പായിട്ട് വെക്കുന്ന കിച്ചൺ ടവലൊക്കെ ഇല്ലേ, അതൊക്കെ തൂക്കിയിടാം. അങ്ങനത്തെ ഒരു സാധനമാണ് കൊളുത്ത്. ഇതിങ്ങനെ വാതിലിൻ്റെ മുകളിൽ ചുമ്മാ വെച്ചാൽ മതി. ഇതിങ്ങനെ ഒരു പോരും അങ്ങനെയൊന്നുമില്ല. അടിപൊളി സാധനമാണ്. എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. മസ്റ്റ് ബൈ എന്ന് ഞാൻ പറയും. കാരണം പല സാധനങ്ങളും നിങ്ങൾക്ക് തൂക്കിയിടാൻ പറ്റും. അപ്പോൾ സ്പേസ് കുറയും. പിന്നെ വാതിലിൻ്റെ ബാക്കിലായതുകൊണ്ട് ആരും കാണത്തില്ല. വാതിലെപ്പോഴും നമ്മൾ തുറന്ന് കിടക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അടച്ചു കിടക്കും അങ്ങനെയൊക്കെയല്ലേ. അപ്പം അങ്ങനെ ഒരു വൃത്തികേടായിട്ടോ അങ്ങനെയൊന്നും തോന്നത്തില്ല. അപ്പം ഇങ്ങനെ തൂക്കിയിട്ടാൽ മതി. കുടയൊക്കെ മറക്കുന്നവർക്ക് ഇത് ഡോറിൻ്റെ ബാക്കിൽ ഇങ്ങനെ തൂക്കിയിട്ട് ഇതിങ്ങനെ വെച്ചാൽ നമ്മൾ കുട കൊണ്ടുപോകാൻ മറക്കില്ല. അപ്പം ഇതാണ് ഒരൈറ്റം. ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇനി നെക്സ്റ്റത്തെ ഒരു അലങ്കാര വസ്തുവായിട്ടോ യൂസ്ഫുള്ളായിട്ടോ എന്ത് വേണമെങ്കിലും ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ഞാൻ കണ്ടിട്ട് കൊതിമൂത്തിട്ട് വാങ്ങിയതാണ്. ഇതാണ് സാധനം, ആന സ്റ്റൂൾ. ഇത് 6 ഇഞ്ചിൻ്റെയാന്ന് തോന്നുന്നു. അതെ, നിങ്ങൾക്ക് നമ്മൾ ഈ കൊരണ്ടി ഇല്ലേ, പഴയ കൊരണ്ടി, തീരെ ഹൈറ്റ് ഇല്ലാത്ത ഇങ്ങനത്തെ സാധനം, അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അതല്ല, ദൈവങ്ങളുടെ ഫോട്ടോ, ഇപ്പോൾ പൂജാ റൂമൊക്കെ താഴെ അങ്ങനെ ഇരിക്കുന്നവർക്ക് ദൈവങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ദൈവങ്ങളുടെ ഫോട്ടോ വെക്കാനോ വിളക്ക് വെക്കാനോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അതെടുത്തിരിക്കുന്നത് ഇരിക്കാൻ, കാല് വെക്കാൻ, അങ്ങനത്തെ രീതിയിലാണ്. ഇതിൻ്റെ ഒരെണ്ണം കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വെച്ചാൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, വരും. അത് എനിക്ക് തോന്നുന്നു പ്രെയർ ഏരിയയിൽ ഒരു ഭംഗിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ പല കളറുകളുണ്ട്. ബ്ലാക്ക് മാത്രം വരുന്നുണ്ട്, ബ്രൗൺ വരുന്നതുണ്ട്, മൾട്ടി കളറായിട്ട് വരുന്നതുണ്ട്. ഇത് ആന കണ്ടോ, എന്ത് രസമായിട്ട് ചെയ്തേക്കണമെന്നറിയോ ഇവർ. ഭയങ്കര നല്ല ക്വാളിറ്റി കണ്ടോ. പെട്ടെന്ന് അങ്ങനെ ഒടിഞ്ഞു പോവോ പെയിൻറ്റ് പോവോ അങ്ങനെയൊന്നുമില്ല. ഇത് ഞാൻ കുറേ ആയോ വാങ്ങിച്ചിട്ട്. കണ്ടോ വാല്, ആരെയാണ് വാല് കണ്ടോ. ഇത് ശരിക്കും മരമാണെന്നാണ് തോന്നുന്നത്. വുഡൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഇത് അടിപൊളിയാണ്. ഇനി നെക്സ്റ്റ് ഐറ്റം, ഇത് എനിക്ക് കുറച്ച് പ്രാന്തുള്ളൊരു ഐറ്റമാണ്. ഇത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലുക്ക്, കാണുമ്പോഴുള്ള ഐറ്റം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തിങ്സിനോട് കാണുമ്പോഴുള്ള ഭംഗി, മണം, എനിക്കിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഞാൻ മീഷോയിൽ നിന്ന് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് വൃന്ദാവൻ ഫ്രാഗ്രൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൃന്ദാവനിലൊരിക്കൽ പോകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പേര് കണ്ടിട്ട് കൗതുകം കൊണ്ട് വാങ്ങിച്ചാണ് വൃന്ദാവൻ ഫ്രാഗ്രൻസ്. ഇത് റോസ് ഫ്ലേവറിലാണ് വരുന്നത്. എൻ്റെ മോനെ, ഇത് അടിക്കണ്ട. ഇത് ജസ്റ്റ് റൂമിൽ ഇങ്ങനെ അടച്ച് തന്നെ വെച്ചാൽ മതി. നല്ല സ്മെല്ലാണ്. പക്ഷെ അങ്ങനെ കുത്തുന്ന സ്മെല്ല് അങ്ങനെയൊന്നുമല്ല. ഭയങ്കര ഒരു പൂക്കളൊക്കെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോണേ, അല്ലെങ്കിൽ പൂജ ചെയ്യുന്നത്. പക്ഷേ ഈ സാമ്പ്രാണി, ചന്ദനത്തിരി അങ്ങനത്തെ സ്മെല്ലല്ല. പക്ഷെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു നമ്മളിങ്ങനെ പൂവ് നമ്മളിങ്ങനെ ഹഗ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു ഫ്രാഗ്രൻസ് ഇല്ലേ, അങ്ങനത്തെ ഫ്രാഗ്രൻസ് ആണിത്. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇത് പാക്ക് ഓഫ് 2 ആണ് ഞാൻ വാങ്ങിച്ചത്. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് റൂം ഫ്രഷ്നറായിട്ട് യൂസ് ചെയ്യാം. ഫാബ്രിക് ഇല്ലേ, അതായത് നമ്മളിപ്പോൾ തേച്ചൊക്കെ കഴിഞ്ഞ് അലമാരയിൽ വെക്കുന്ന സമയത്ത് ജസ്റ്റ് സ്പ്രേ ചെയ്താൽ മതി. എവിടെയെങ്കിലും സ്പ്രേ ചെയ്താൽ മതി. അങ്ങനെ മൊത്തം അലമാരയിൽ അതിൻ്റെ സ്മെല്ല് നിൽക്കും.
പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ ചെയ്യാം, മുടിയിൽ വേണമെങ്കിൽ സ്പ്രേ ചെയ്യാം. കുളിക്കുന്ന ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് കുളിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം എടുത്ത് കുളിക്കുന്നവരാണെങ്കിൽ ബക്കറ്റിൽ രണ്ട് പമ്പ് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അയ്യോ എന്താണെന്നറിയോ ഇതിൻ്റെ സ്മെല്ല്, ഭയങ്കര ഭയങ്കര പ്ലസൻ്റ് എന്ന് മാത്രമല്ല ഭയങ്കര സൂത്തിങ്, കാമിങ്. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സ്മെല്ല്. എനിക്ക് സ്മെല്ല് വന്നാൽ എൻ്റെ മൂഡ് തന്നെ മാറും. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നല്ല സ്മെല്ല് വന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്നൊരു കൊള്ളാം, അങ്ങനെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ഉണർവ് കിട്ടില്ലേ, അങ്ങനെ അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഇതിന്. ഭയങ്കര രസമുണ്ട്, ഭയങ്കര ഒരു എന്താ പറയുക. ഇത് പറഞ്ഞിരിക്കുന്ന യൂസ്ഡ് ഫോർ ഫ്രഷ് മൈൻഡ് ആൻഡ് ഫ്രഷ് അറ്റ്മോസ്ഫിയർ ഫാബ്രിക് പെർഫ്യൂം എന്നാണ്. പക്ഷെ ഇത് ഫാബ്രിക്കിൽ മാത്രമല്ല, എന്തിൽ വേണമെങ്കിലും അടിക്കാം. ഭക്ഷണത്തിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. പക്ഷേ ഭയങ്കര സ്മെല്ലാണ്, ഭയങ്കര ഭയങ്കര. ഇത് നിങ്ങൾ അടിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരു മുല്ല, റോസ്, ഇത് കാര്യത്തിൽ റോസ് ഫ്രാഗ്രൻസ് എന്നാണ് എഴുതിയേക്കെങ്കിലും ഭയങ്കര ഭയങ്കര രസമാണ്. ഇത് രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ച, ഒന്ന് റോസും ഒന്ന് ഫുൽവരി എന്നുള്ളതാണ്. എൻ്റെ മോനെ, ഇത് നിങ്ങൾക്ക് ഏത് ഇത് വേണമെങ്കിലും വാങ്ങിക്കാം. വൃന്ദാവൻ ഫ്രാഗ്രൻസിൽ തന്നെ അവരുടെ തന്നെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. ഇത് ഫുൽവാരി, ഇത് റോസ്, പിന്നെ വേറെ ഏതൊക്കെയാണ്, ജാസ്മിൻ ഉണ്ട്. ഭയങ്കര ഇത് ഓപ്പൺ ചെയ്യാതെ തന്നെ, ഇതെനിക്ക് കവർ പൊട്ടിക്കാതെ തന്നെ എനിക്ക് മനസ്സിലായി ഇതാണ് സാധനം എന്നുള്ളത്. കാരണം ഇതിൻ്റെ സ്മെല്ല് അത്രയും ഇങ്ങനെ, പക്ഷെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള കുത്തുന്ന അങ്ങനത്തെ അതൊന്നും അല്ല കേട്ടോ. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഇന്നലെയാണ് കിട്ടിയത്. ഞാനിത് അടിച്ചിട്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇത് നിലനിൽക്കുന്നുണ്ട്. പിന്നെ കുറേ ദൂരം അങ്ങനെ സഞ്ചരിക്കും. ഇപ്പോൾ ഇവിടെ ഈ റൂമിലടിച്ച അപ്പുറത്തെ റൂമിൽ നമുക്ക് ഇതിൻ്റെ സ്മെല്ല് വരും. അങ്ങനത്തെ ഇത് വലിയ വിലയൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ, ഇപ്പം ചിലവർക്ക് ഫ്രൂട്ടി ആയിരിക്കും ഇഷ്ടം, ഇത് കുറച്ചും കൂടി ഒരു സ്പിരിച്വൽ സൂത്തിങ് അങ്ങനത്തെ ഇതാണ്. ഇപ്പം ഫ്രൂട്ടി ഇഷ്ടമുള്ളവരുണ്ട്, ഫ്ലോറൽ ഇഷ്ടമുള്ളവരുണ്ട്, ഏർത്തി ഫ്ലേവർ ഇഷ്ടമുള്ളവരുണ്ട്. എനിക്ക് നല്ല മണം ഏത് ഇതിൽ വരുന്ന കാറ്റഗറിയിൽ വന്നാലും, നല്ല മണം ഏത് കാറ്റഗറിയിൽ വന്നാലും എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കുത്തലൊന്നുമില്ലാത്ത, അഫോർഡബിൾ. ആക്ച്വലി സ്പീക്കിംഗ് ഞാനിതിൻ്റെ പേര് കണ്ടിട്ടാണ് വാങ്ങിച്ചത്, വൃന്ദാവൻ ഫ്രാഗ്രൻസ്. ഞാൻ വൃന്ദാവനിൽ പോയിട്ടില്ല, അവിടുത്തെ മണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവിടെ പോകണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് വാങ്ങിച്ചു നോക്കൂ, വൃന്ദാവൻ ഫ്രാഗ്രൻസ്. അതിലേത് ഫ്ലേവർ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഐ ഗ്യാരണ്ടി എല്ലാം അടിപൊളിയായിരിക്കും. കാരണം ഞാൻ വാങ്ങിച്ച രണ്ടും അടിപൊളിയാണ്. എനിക്ക് റോസാട്ടോ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്, പക്ഷെ ഇതും അടിപൊളിയാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സാധനം, ഇതും ഒരു ലാമ്പാണ്. ഇത് അങ്ങനെ സ്പിരിച്വൽ അങ്ങനെയൊന്നല്ല, ഇത് ജസ്റ്റ് നമ്മൾ ഈ സീറോ ബൾബില്ലേ, സീറോ ബൾബ് തന്നെ പല കളറിൽ കിട്ടില്ലേ, അങ്ങനത്തെ ബൾബ് ഇട്ട് പെയർ ചെയ്യുവാണെങ്കിലാണ് ഇത് കുറച്ചും കൂടി നല്ലത്. അല്ലാണ്ട് ഭയങ്കര വെട്ടമുള്ള ബൾബില്ലേ നമ്മൾ റൂമിലൊക്കെ തൂക്കുന്നത്, അതൊന്നും ഇതിന് വെക്കരുത്. ഇതിപ്പോൾ ഞാൻ സീറോ ബൾബിൻ്റെ പച്ചയാണ് എടുത്തിരിക്കണേ. ഇത് കണ്ടോ, മൾട്ടി കളറായിട്ടുള്ള ഇങ്ങനെ ഗ്ലാസ്സിൽ തന്നെ ഇങ്ങനെ ബീഡ്സ് പോലെ വെച്ചിട്ടാണ് വന്നിരിക്കണത്. കണ്ടോ, ഇതും കത്തിക്കുമ്പോൾ എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. ഞാനിത് ഹോളിൽ, നമ്മുടെ ലിവിങ് റൂമില്ലേ, ലിവിങ് റൂമിൻ്റെ അവിടെ ഒരു മേശയിൽ ഇതിങ്ങനെ വെച്ചിരിക്കുക. എന്നിട്ട് സന്ധ്യ ആകുമ്പോൾ ഞാനിത് ഇടും. ഭയങ്കര രാത്രി കിടക്കുമ്പോഴാണെങ്കിലും ഇടും. അപ്പോൾ ഞാനിടയ്ക്ക് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോഴൊക്കെ പെട്ടെന്ന് നമ്മൾ ഇരുട്ട് കാണില്ല. അപ്പോൾ ഹാളിൽ ഇത് വെച്ചാൽ മതി. അപ്പോൾ റൂമിലേക്ക് ഇതിൻ്റെ ചെറിയ പ്രകാശം വരും. ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഷോയ്ക്ക് വേണ്ടിയിട്ട്, കത്തിക്കൊന്നും ഇല്ല. അങ്ങനെ വേണമെങ്കിൽ ഇതിങ്ങനെ ചുറ്റിയിട്ട് ഇതിങ്ങനെ മൊത്തം ചുറ്റുക, എന്നിട്ട് അവിടെ ഇങ്ങനെ വെക്കുക. അപ്പോഴും നല്ല ഭംഗി ഉണ്ടാവും, നല്ല രസമാണ്. ഇതിൻ്റെ ബൾബ് കളറ് മാറ്റി ഇടുന്ന, അതാ ഞാൻ കത്തിച്ച് കാണിക്കുന്നില്ല. ഇതിൻ്റെ ബൾബ് മാറ്റി ഇടുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ തീം മാറും. പക്ഷേ ഇത് മൾട്ടി കളർ ലൈറ്റ്സ് വരികയും ചെയ്യും. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. മൾട്ടി കളർ ലൈറ്റ് വരികയും ചെയ്യും, എന്നാൽ തീം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ലൈറ്റ് അനുസരിച്ചിട്ട്, ബൾബ് അനുസരിച്ചിട്ട് മാറും. കേട്ടോ, ഞാൻ വെള്ളം ഇട്ട് നോക്കി, പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഈ ഗ്രീനാണ്, ഫ്ലൂറസൻ ഗ്രീൻ. അതിൽ ഈ മൾട്ടി കളർ ഇങ്ങനെ തെറിച്ച് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇതാണ് അവസാനത്തെ ഐറ്റം. ഇതല്ല അവസാനത്തെ ഐറ്റം, ഒരു സാധനം കൂടി ഉണ്ട്. അവസാനത്തെ ഐറ്റം എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതിനെയാണ്. ഇത് ടേബിൾ, മറ്റേ മാറ്റില്ലേ, ഷീറ്റല്ല, മാറ്റ്, നമ്മൾ ചൂടൊക്കെ വെക്കാൻ. ഇത് സാധാരണ പോലെയല്ല, ഇത് കുറച്ചൊരു ഷോ പീസ് ഐറ്റം കൂടിയാണ്. അപ്പം ഞങ്ങളിവിടെ ഡൈനിങ് ഹാളിൽ അങ്ങനെ എന്താ പറയുക, ഇരുന്ന് കഴിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അടുക്കളയിൽ തന്നെ ഇരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഞാൻ വലിയമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ റൂമിൽ വന്ന് കഴിക്കും, അങ്ങനെയാണ്. ഇത് ജസ്റ്റ്
ടേബിളിൽ ഇട്ടാൽ മതി. ഇത് നമുക്കിങ്ങനെ ഒരു മാറ്റാന്ന് തോന്നില്ല. അപ്പോൾ ആവശ്യത്തിന് ഇത് പാക്ക് ഓഫ് 2 ആണ് വരുന്നത്, വലിയ വിലയൊന്നുമില്ല. ഇതും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ടേബിളിലും ഇട്ടാൽ മതി. ഇതൊരു മാറ്റാന്ന് നമുക്ക് തോന്നിക്കില്ല, ഒരു ഡെക്കറേറ്റ് ആണെന്നേ നമുക്ക് തോന്നിക്കുള്ളൂ. പിന്നെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് അങ്ങോട്ടങ്ങ് എടുത്തിട്ട് ചൂടോ എന്ത് വേണമെങ്കിലും വെക്കാം. ഉണ്ടോ, ഇങ്ങനെ ഭയങ്കര ഡ്യൂറബിളാണ്. എത്ര ചൂട് വേണമെങ്കിലും വെക്കാം. ഇതിപ്പോൾ ഞാൻ ഒരാഴ്ച മേളിലായി ഞാനിത് വാങ്ങിച്ചിട്ട്. ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടാണ് പറയണത്, അടിപൊളിയാണ്. ഇതിലിപ്പോൾ ഉപയോഗിച്ച് നോക്കാത്തത് ഞാൻ ഈ സാധനം മാത്രമേ ഉള്ളൂ. ഇതെന്താ, ഇത് വാൾപേപ്പർ. ഇത് ഞാൻ വാങ്ങിച്ചിട്ടില്ല, വാങ്ങിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടില്ല. ബാക്കിയൊക്കെ ഞാൻ എന്തൊക്കെയാണ് ഞാൻ പറയണേ, ബാക്കിയൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ്. ഇനി ഞാൻ ഇതിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഞാൻ ഈ സോഫ കവർ മാത്രമാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ബാക്കിയൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത്. എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. ഈ സാധനം ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി, ഇതിൻ്റെ പല ഓപ്ഷൻസ് നിങ്ങൾക്ക് വരും. അടിപൊളിയാണ്. ഞാൻ പ്രൈസും കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കുന്നില്ല. പക്ഷേ ഭയങ്കര രസമായിട്ട് നിങ്ങൾക്ക് വീടൊക്കെ ഒരുക്കാനൊക്കെ ആഗ്രഹമുള്ളവരാണ്, അൽക്കുലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇനി ഈ സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് ഉറപ്പാണ്, കാരണം ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടാണ് പറയണേ, അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഞാൻ ഇങ്ങനത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു ചെയ്തിട്ട്. ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ ഞാൻ ആദ്യമായിട്ട് അത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു, നമ്മളിങ്ങനെയല്ലേ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ അൽക്കുലത്തെ സാധനങ്ങൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കും കേട്ടോ. അൽക്കുലത്തെ സാധനങ്ങൾ, അൽക്കുലത്തെന്ന് വെച്ചാൽ എന്താ പറയുക, ഉപയോഗമുള്ളതായിരിക്കും, കാണാൻ ഭംഗിയുള്ളതായിരിക്കും, വെറുതെ വാങ്ങിക്കുന്ന അങ്ങനത്തെ ഇല്ല, അത് ഞാൻ അൽക്കുലത്തെ സാധനങ്ങളെന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഈ വാങ്ങിക്കുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ കാണിക്കണോ വേണ്ടയോ നിങ്ങൾ പറയൂ, ഇത് കണ്ടിട്ട് പറയൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ. കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്കെന്തായാലും ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു, കണ്ടപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ഉണ്ട്, ഞാൻ അടുത്ത തവണ വരുന്നതായിരിക്കും.